ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ കാലത്ത് 7 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നേരമൊക്കെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഇരുട്ട് തന്നെയാണ് കേട്ടോ. പക്ഷെ രാവിലെ എണീറ്റ് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാട്ടോ, നല്ല ഭംഗിയാണ്. പക്ഷേ നോർമലി സമയം കിട്ടാറൊന്നുമില്ല കേട്ടോ രാവിലെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതേ നല്ല അടിപൊളി വ്യൂവോടുകൂടെ നമ്മൾ എണീറ്റിട്ടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ, വിൻ്റർ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ വീടുകളിലൊക്കെ ഇത് ഇങ്ങനെ ലൈറ്റുകളൊക്കെ നമുക്ക് ജനലിൽ കൂടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലക്കറി ഞാൻ ഓൾറെഡി തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് അപ്പം മാത്രമേ ഉണ്ടാക്കാനുണ്ടായുള്ളൂ. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയായിരുന്നു കേട്ടോ കറി. അപ്പോൾ അതേ ഇവിടെ കട്ടൻ ചായക്ക് ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അത്ര പരിപാടികളൊക്കെ ഉള്ളൂ. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ ഏതെങ്കിലും ഒരു ഭക്തിഗാനം ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ കേട്ടുകൊണ്ട് രാവിലെ തന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് എണീക്കാറ്. 7 മണിയാകുമ്പോഴാണ് നോർമലി നമ്മൾ എണീക്കാറുള്ളത്. പിന്നെ അമ്മൂന് നേരത്തെ പോകേണ്ട ദിവസങ്ങളിൽ മാത്രമാണ് കുറച്ച് നേരത്തെ എണീക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാവരും നോർമൽ ഈ സമയത്ത് തന്നെയാണ് എണീക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് രാവിലെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ ഭയങ്കര ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ പാട്ടൊക്കെ വെച്ച് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മും അപ്പയും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷീച്ചേട്ടനാണെങ്കിലും അമ്മൂനാണെങ്കിലും ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഷീച്ചേട്ടൻ കമ്പനിയിലെ ക്യാൻറ്റീനിൽ നിന്നാണ് കഴിക്കുന്നത്. അമ്മു ആണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലോട്ട് വരികയും ചെയ്യും. ഇന്നിപ്പോൾ എന്താണെങ്കിലും ബുധനാഴ്ച ആയതുകൊണ്ട് അമ്മുവിന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ, എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ലഞ്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ അപ്പം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഓരോ അപ്പമായിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹലോ, അങ്ങനെ അപ്പയും അമ്മുവും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ കഴിക്കുന്നില്ല, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവർ അതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കിൽ പൂക്കിയുണ്ട്. എനിക്കിന്ന് സ്വിമ്മിങ് ഉണ്ട്, അതുകൊണ്ട് അതിന് മുമ്പേക്ക് മ്യൂസിക് ഉണ്ട്. മ്യൂസിക് കഴിഞ്ഞിട്ട് മാത്സ് ഉണ്ട്. മാത്സിൻ്റെ ഇടയിലോട്ടാണ് സ്വിമ്മിങ്ങിന് പോകണമെന്ന്. എന്നിട്ട് സ്വിമ്മിങ് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് ഉണ്ട്. ഞാൻ ബിസി ടുഡേ. പക്ഷെ ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. ഇന്ന് ബുധനാഴ്ച അല്ലേ. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ചെറിയ ക്ലാസ് ഉള്ളൂ, എമൗണ്ടല്ല. അമ്മൂന് പോണം. പൂക്കിക്കുട്ടി, പൂക്കി പൂക്കി പോവണം. എന്താണ്ടി ജാക്കറ്റ് ഉണ്ട്, ചെവിക്കുള്ള സാധനമുണ്ട്, 2 ബാഗുണ്ട്. സ്വിമ്മിങ് ഇല്ലേ, അപ്പം സാധനങ്ങൾ കൊണ്ടുപോകണം. സ്വിമ്മിങ് ഉള്ളതുകൊണ്ട് ഇച്ചിരി സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ 2 ബാഗുണ്ട്. അങ്ങനെ ഷീച്ചേട്ടൻ പോയി. അമ്മൂന് പോവാറായിട്ടുണ്ട്. ഇപ്പോൾ 7:50 ആയിട്ടോ. അമ്മൂസിനൊന്നൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോകണം. അവർക്ക് ഓരോ ദിവസം ക്ലാസ് ടൈം ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മൂന് നേരത്തെ പോകണം. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആൾ. ഇന്ന് സ്വിമ്മിങ് ഒക്കെ ഉണ്ട് അമ്മൂന്. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ
ആഴ്ചയിൽ ഒരു ദിവസം ഇവർക്ക് സ്വിമ്മിങ് ഉണ്ട്. അപ്പോൾ ഇവർ സ്കൂളിലല്ല സ്വിമ്മിംഗ് പൂൾ ഉള്ളത്, സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട് ഇവിടെ, അങ്ങോട്ട് കുട്ടികളെ കൊണ്ടുപോകും കേട്ടോ, സ്കൂളിൽ നിന്ന് തന്നെ കൊണ്ടുപോകും. അപ്പോൾ മിക്കവാറും ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്വിമ്മിങ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് അറിയാൻ പറ്റും. ഇങ്ങനെ സ്കൂളിൽ നിന്ന് തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് സ്വിമ്മിങ് സൂപ്പറായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ സ്വിമ്മിങ് ഉള്ള ദിവസം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച അമ്മന് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഇവിടെ ടീച്ചേഴ്സ് സ്ട്രൈക്കായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച അമ്മന് ക്ലാസ് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് സ്വിമ്മിങ്ങിനും പോകാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ അവർ സ്കൂൾ ബസ്സിൽ കൊണ്ടുപോകും, തിരിച്ച് സ്കൂളിലോട്ട് തന്നെ കൊണ്ടുവരും. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് ഉച്ചവരെ അമ്മന് ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്, എക്സ്ട്രാ ഹാപ്പിയാണ്. സ്വിമ്മിങ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ന് മ്യൂസിക്കും ഉണ്ട് അവർക്ക്. ആഴ്ചയിൽ 2 ദിവസം മ്യൂസിക്കിൻ്റെ പീരീഡ് ഉണ്ട്. അങ്ങനെ അടിപൊളിയാണ് സംഭവങ്ങളൊക്കെ. അപ്പോൾ അമ്മൂസും പോവാറായിട്ടുണ്ട്. അങ്ങനെ അമ്മൂസ് ഡ്രസ്സൊക്കെ മാറി സെറ്റായി റെഡിയായി വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. ചില ദിവസങ്ങളിൽ മടി കാണിക്കാറുണ്ട് കേട്ടോ പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറയും അമ്മ പ്രാർത്ഥിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോകും. പക്ഷേ ചില ദിവസങ്ങളിൽ മടിയുണ്ട് പ്രാർത്ഥിക്കാൻ. എന്നാലും ആൾ പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ്. അപ്പോൾ അമ്മൂസ് ദേവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാട്ടിലെ പോലെ നമുക്കിവിടെ എപ്പോഴും പള്ളിയിൽ പോകാനോ കുർബാനയിൽ പങ്കെടുക്കാനോ ഒന്നും പറ്റാറില്ല. നോർമലി എല്ലാ ദിവസങ്ങളിലും ഇവിടെ കുർബാനയില്ല. എല്ലാ സൺഡേസിലും ഫ്രഞ്ചിലാണ് കുർബാന ഉള്ളത് കേട്ടോ. അപ്പോൾ നാട്ടിൽ പോകുന്നത് പോലെ നമുക്ക് പോകാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സകലക്ഷേത്രത്തെ പാത്രങ്ങളുടെ മകനോർത്തിന്റെ മധ്യസഭേശ്വരം അമ്മൂസ് പ്രയറൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് ഇറങ്ങാൻ വേണ്ടി ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇട്ടിട്ടില്ല, ജാക്കറ്റ് ഇടാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ലെയർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. തെർമൽ, അതിൻ്റെ മുകളിലൊരു ഡ്രസ്സ്, അതിൻ്റെ മുകളിൽ വേറെ ഡ്രസ്സ്, പിന്നെ ജാക്കറ്റ്, കുറേ ലെയർ ഓൾറെഡി ഇട്ടിട്ടുണ്ടേ. അമ്മുച്ചേച്ചിനെ യാത്രയാക്കാൻ പൂക്കി എത്തിയിട്ടുണ്ട്. പൂക്കി ചിലപ്പോൾ ഡോറ് തുറക്കുമ്പോഴത്തേക്ക് നേരെ ഒറ്റ ഓട്ടോ ഓടി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മുവിൻ്റെ റൂമിലാക്കി വാതിലടച്ച് പൂക്കീനെ. സക്സസ്ഫുള്ളി സക്സസ്സോ ഞാൻ കണ്ടുപിടിച്ചൊരു ഭാഷയാണ്. അതമ്മൂൻ്റെ സ്കൂളിലോട്ടുള്ള ബാഗ്, ഇതമ്മൂൻ്റെ സ്വിമ്മിങ്ങിൻ്റെ ബാഗ്. 2 ബാഗായിട്ടാണ് പോണത്. ബൈ ബൈ. ബൈ. അമ്മൂസ് അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പോൾ 8 മണിയായിട്ടോ സമയം. 8 മണിയായപ്പോൾ പതുക്കെ അതേ സണ്ണൊക്കെ ഒന്ന് പതുക്കെ വരുന്നുണ്ട്. ഇതാണ് 8 മണിയായപ്പോഴത്തുള്ള നമ്മുടെ വ്യൂ കേട്ടോ. ഇത് നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഇങ്ങനെ ഞാനും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് എനിക്കൊന്ന് പുറത്തോട്ട് പോകാനുണ്ട് കേട്ടോ. വേറെ ഒന്നും അല്ല, ജസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ട് ഞാൻ നേരെ 9:30 ആകുമ്പോഴാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ നടക്കാൻ പോവുകയാണ്. ഞാനിത് അങ്ങനെ ഡ്രസ്സൊക്കെ മാറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നടക്കാൻ പോകണം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് കേട്ടോ, ഒരു ചേച്ചി. ചേച്ചിയുടെ ഒപ്പം നടക്കാൻ പോകുന്നത്. അപ്പോൾ ചേച്ചി ഇവിടെ ഒരു അടിപൊളി ആളാണ് കേട്ടോ. ചേച്ചി റെഡ് ക്രോസിൻ്റെ വോളണ്ടിയറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ചേച്ചിയെ. അപ്പോൾ ഇങ്ങനെ വയസ്സായിട്ടുള്ള ഇവിടെ ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ പോകും. അപ്പോൾ ചേച്ചി ഇന്ന് പോകുന്നുണ്ട്, കുക്കർ അടിക്കുന്നത്. അപ്പോൾ ചേച്ചി അങ്ങനെ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട്
ആഴ്ചയിൽ ഒരു ദിവസം നടക്കാൻ പോകും. അപ്പോൾ ചേച്ചിയുടെ ഒരു ഗ്രൂപ്പിൽ 8 പേര് 9 പേര് എങ്ങാണ്ട് ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രായം കുറവ് കുക്കർ ഞാൻ ചോറ് വെച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ട് വെച്ചതാണ്. അത് കുക്കർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രായം കുറവുള്ള ആൾ 84 86 ഇയേഴ്സ് അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് കേട്ടോ. ഏറ്റവും പ്രായം കുറവ് ആ ഗ്രൂപ്പിൽ. അപ്പോൾ അത്രയും പ്രായമുള്ള ആൾക്കാരാണ് ഈ നടക്കാനൊക്കെ വേണ്ടിയിട്ട് ചേച്ചി കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്ന് വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തു എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ, അത് നടക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ പോവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിത് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ പോയിട്ട് ഇന്നിപ്പോൾ ഒരു ആളേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു തണുപ്പായതുകൊണ്ടായിരിക്കും, വേറെ ആരൊന്നും വരുന്നില്ല, ആകെ ഒരു ആളെ വരുന്നുള്ളൂ എന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയില്ല, കാരണം അവരുടെ പെർമിഷനൊക്കെ വേണ്ടി വരുമല്ലോ വീഡിയോ എടുക്കണമെങ്കിൽ. അപ്പോൾ ഓക്കെ എടുക്കാൻ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് ആഡ് ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ വീഡിയോ എടുക്കില്ല കേട്ടോ. അങ്ങനെ തൊപ്പിയും ജാക്കറ്റും മറ്റേ ആയുധങ്ങളൊക്കെ ആയിട്ട് ഇതേ ഇറങ്ങുവാണ്. ഇന്ന് അധികം തണുപ്പില്ലെന്ന് തോന്നുന്നുണ്ട്. 4 ഡിഗ്രിയാണ് കാണിക്കുന്നത്, പക്ഷേ ഫീൽസ് ലൈക്ക് 2 ഡിഗ്രി എന്നാണ് കേട്ടോ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ -ഒക്കെ ആയിരുന്നു, ഇന്നിപ്പോൾ 4 ആണ്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും ഞാനിതേ ഇറങ്ങുവാണ് കേട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തി ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മറ്റേ വേസ്റ്റൊക്കെ എടുക്കാൻ വരുന്ന വണ്ടി, ഇതാണ് കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് വിശ്വസിക്കാം അല്ലേ. അങ്ങനത്തെ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നടക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ വാക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്, പക്ഷേ 3 പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിയും ഞാനും പിന്നെ വേറൊരു മലയാളി ഫ്രണ്ട് ഉണ്ട് നമ്മുടെ. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ 6 പേരുണ്ടായിരുന്നു ഈ ഒരു ഗ്രൂപ്പിൽ. അങ്ങനെ നമ്മളൊരു 9:30 ആയപ്പോൾ നടത്തം സ്റ്റാർട്ട് ചെയ്തു. അമ്മാമ്മമാരൊക്കെ നല്ല ജഗജില്ലി അമ്മാമ്മമാരാണ്. ഞാൻ പറഞ്ഞല്ലോ നല്ല ഏജുണ്ട്, 86 ഇയേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നല്ല സൂപ്പറായിട്ടും നല്ല ഫാസ്റ്റായിട്ടും ഇവർ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വൈബുള്ള അമ്മാമ്മമാരാണ്. അങ്ങനെ നമ്മളിതേ നടന്ന് ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് അമ്മൂനൊക്കെ കളിക്കാനൊക്കെ വേണ്ടി ഞാൻ കൊണ്ടുവരാറുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരു ഫോറസ്റ്റിൻ്റെ ഒക്കെ അടുത്തുള്ളൊരു സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഈ കാറ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇനി ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ നേരെ ഫോറസ്റ്റിലോട്ടാണ് നമ്മളിനി കയറാൻ പോകുന്നത്. അമ്മൂട്ടൻ സ്കൂൾ വിട്ട് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായി അമ്മൂസ ഇന്നത്തെ സ്കൂള്? കൊള്ളായിരുന്നു. സ്വിമ്മിങ് ഒക്കെ എങ്ങനെയുണ്ടായി? കൊള്ളായിരുന്നു. ഇന്ന് ടെസ്റ്റ് ഉണ്ടായില്ല, അടുത്ത അടിച്ചത്തേക്ക് മറ്റേ മ്യൂസിക്കിന്റെ എന്തേ സമയമില്ലാത്തോണ്ടാ. മ്യൂസിക്കിന്റെ അസസ്മെന്റ് ആയിരുന്നു അമ്മൂന്. ടെസ്റ്റ് ആണിത്. TS അല്ലേ? രക്ഷപ്പെട്ടു. പൂക്കി അമ്മ ചേച്ചിയുടെ പൂക്കി രക്ഷപ്പെടാൻ നോക്കുവാണോ? നോക്കണോക്ക് എന്റെ അടികളി പെണ്ണെ പെണ്ണെ ഇച്ചിരി ബാക്കിലോട്ട് നിന്നോ, നീ വരുമ്പോ കാണില്ല. ഫുഡ് കഴിക്കണ്ടേ? വിശക്കണില്ലേ? എന്താ ബോക്കി സുഖത്തിൽ അങ്ങോട്ട് കിടക്ക, സുഖിച്ച് കിടക്ക ബോക്കി. അവള് മുടി ഇങ്ങനെ നടന്നുണ്ട്, അപ്പ വന്ന് അടിക്കും. മുടി. ഓക്കെ, ഇപ്പൊ ഡ്രസ്സൊക്കെ മാറിയിട്ട് ജാക്കറ്റൊക്കെ കൊണ്ട് വെക്കൂ. ഓക്കെ, ഇതിനും കൂടെ വെക്കട്ടെ. അപ്പൊ നമുക്ക് ഇവൾ ഒറ്റ ചാട്ടം ചാടി കള്ളിപ്പെണ്ണ്. മഴയായിട്ടോ, സണ്ണിനൊരു തുള്ളി പോലും സണ്ണിനെ കാണാനില്ല. ഫുള്ള് മഴക്കാറ് മൂടിക്കിടക്കാണ്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പൂക്കിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ സ്ഥലം, കാരണം അവർക്ക് കാഴ്ചകളൊക്കെ കണ്ട്, ഗ്ലാസ് ആയതുകൊണ്ട് ഗ്ലാസ്സിൽ കൂടെ അവർക്ക് ഫുള്ള് വണ്ടികൾ പോണതും എല്ലാം കണ്ടുകൊണ്ട് ഇരിക്കാൻ പറ്റും. ഭയങ്കര ഇഷ്ടാട്ടോ ഈ സ്ഥലം.
അങ്ങനെ ഞാൻ നടത്താൻ കഴിഞ്ഞ് വന്നു. ഞാനൊരു 9:30 പോയിട്ട് 11:30 കഴിഞ്ഞു കേട്ടോ. 11:45 ആയി വന്നപ്പോഴത്തേക്കും. ഇതേ 12 മണി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മൂസ് വന്നിട്ടുണ്ട്. അമ്മൂസിന് ഇനി ക്ലാസ്സില്ല, ഇന്ന് ഉച്ചവരെ ക്ലാസ്സുള്ളൂ ബുധനാഴ്ചകളിൽ. അങ്ങനെ അമ്മൂസ് രക്ഷപ്പെട്ടു. നാളെയും നാളെ ഉച്ചവരെ ഉള്ളൂ. നാളെ ഇവിടെ ടീച്ചേഴ്സ് എന്തോ സ്ട്രൈക്കാണ്. നാളെ പറയാൻ പറ്റില്ല, ഫുൾ ആട്ടം. നാളെ ശരിക്കും സ്ട്രൈക്കാണ്, ക്ലാസ്സില്ല. അപ്പം അമ്മുവിൻ്റെ ടീച്ചർ പറഞ്ഞു, ടീച്ചർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യിപ്പിക്കാൻ ക്രിസ്മസ് കാർഡൊക്കെ അമ്മ ഇവർ ക്ലാസ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തൊട്ട് ഉച്ചവരെ വന്നോളാൻ പറഞ്ഞു ടീച്ചർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നമ്മള് ക്രിസ്മസ് ഡേക്ക് രാത്രി നമ്മൾ വെക്കും. അപ്പൊ സോപ്പ് ഉണ്ട്, സോപ്പ് വെക്കണ പെട്ടി ഉണ്ട്, പിന്നെ കാർഡ് ഉണ്ട്. അപ്പൊ കാർഡിന് 5 ഫ്രാങ്കാണ് ഇവിടുത്തെ നാട്ടിലത്തെ ഗ്രീറ്റിംഗ് കാർഡ്, ക്രിസ്മസ് കാർഡ്. അതില് ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ ക്രിസ്മസിന്റെ കുഞ്ഞൊരു മാർക്കറ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ കുട്ടികൾക്ക് ഇവിടെ വിൽക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ആ പൈസ ഇവരുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, ക്ലാസ്സിലുള്ള സ്കൂളത്തെ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഇത് അവർ ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് അമ്മൂസ് ഉണ്ടാക്കിയ കാർഡ്. ഇതൊരു എൽഫാണ്. തുറക്കുമ്പോൾ ക്രിസ്മസ് പാപ്പനുണ്ട്, മേരി ക്രിസ്മസ് എഴുതിയിട്ടുണ്ട്, ഒരു മാങ്ങുണ്ട്. അമ്മൂസിന്റെ ക്രിസ്മസ് കാർഡ്. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി ഉണ്ടാക്കുന്നില്ലേ? പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ എത്ര കാർഡ് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ ഈ സംഭവങ്ങൾ പേപ്പറും എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കണ്ടോ കുട്ടികൾക്ക്? അവര് ചെയ്താൽ മതി. എന്നിട്ട് ഇവർക്ക് വിൽക്കാൻ പറ്റും ക്രിസ്മസ് മാർക്കറ്റിൽ. അപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് സ്കൂളിൽ സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ, തയ്യലുണ്ട്. അതുപോലെ തന്നെ പോട്രി ഉണ്ട്. പോട്രി പക്ഷേ ഈ വർഷം അമ്മൂസ് ഇല്ല, നെക്സ്റ്റ് ഇയർ ആയിരിക്കും. ഇപ്പോൾ അമ്മു ഇവിടുത്തെ 7th അപ്പോൾ 7th 8th എന്ന് പറയുന്നത് ഒറ്റ എന്താ പറയുക ഒരുമിച്ചാണ്. അത് 7th 8th കൂടെ ഒരു ക്ലാസ് ടീച്ചർ ആയിരിക്കും, അത് ഒരുമിച്ചാണ്. അപ്പോൾ ഇപ്പോൾ അമ്മു 7th ആയതുകൊണ്ട് ഈ വർഷം അമ്മുവിന് സ്റ്റിച്ചിങ് ഒക്കെയാണ് ഉള്ളത്. നെക്സ്റ്റ് ഇയർ പോട്രി. അപ്പോൾ ഈ വർഷം പോട്രി ഉള്ളവർ നെക്സ്റ്റ് ഇയർ സ്റ്റിച്ചിങ്, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ വർഷം അമ്മു ഫസ്റ്റ് ഇപ്പോൾ ഒരു പേഴ്സ് തയ്ച്ചിട്ട് വന്നു. ഇപ്പോൾ ഇവരൊരു ഏപ്രൺ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇതും തീരാറായെന്ന് തോന്നുന്നുണ്ട്. പിന്നെ സോപ്പ് ഉണ്ടാക്കി, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇവർക്ക് ക്ലാസ്സിലുണ്ട് കേട്ടോ. വേറൊരു കാര്യമുണ്ട്, ലൈക്ക് എനിക്കെന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ ഒരു ക്ലാസ് തുന്നലിന് കിട്ടുള്ളൂ. കാരണം എനിക്ക് ഫ്രണ്ട്സിൻ്റെ വേറൊരു ക്ലാസ് ഉണ്ട്. അപ്പം ആ ഒരു ബാക്കി എല്ലാവർക്കും അവർ മറ്റേ ക്രിസ്മസിനൊരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലുള്ള ഒരു ബാഗ് ഉണ്ടാക്കേണ്ടവര്. ഇങ്ങനെ മറ്റേ സ്പോർട്സ് കളിക്കൊരു ബാഗ്, ഇങ്ങനെ വലിക്കണത് ഇങ്ങനെ, അങ്ങനത്തെ അവർ ബാഗ് ഉണ്ടാക്കുന്നുണ്ട് ക്രിസ്മസ് ട്രീയുടെ. അപ്പൊ ചിലവര് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് ഉണ്ടാക്കും, ചിലവര് ലൈക്ക് നോർമൽ അങ്ങനത്തെ ബാഗ് ഉണ്ടാക്കും. അപ്പൊ ഇതിനെല്ലാം ഇവർക്ക് എക്സാംസും ഉണ്ട് കേട്ടോ. അതിനൊക്കെ മാർക്ക് ഉള്ളതാണ്. ഇവർക്ക് മാർക്കും ഉണ്ട്, വെറുതെ ചെയ്യല്ല. എല്ലാ ആഴ്ചയും 2 പീരീഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനെല്ലാം അസസ്മെന്റും ഉള്ളതാണ് കേട്ടോ. ആർട്ടിനായാലും അതുപോലെ തന്നെ സ്പോർട്സിന്, ഇവരുടെ നോർമൽ സബ്ജക്റ്റുകൾ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഈ സംഭവങ്ങൾക്കൊക്കെ ഉണ്ട് കേട്ടോ. സ്പോർട്സിനൊക്കെ ആണെങ്കിലും ഇവർക്കും ഓരോ അച്ചീവ് ചെയ്യേണ്ട ഓരോ ഗോൾസിന് അത് കറക്റ്റ് അച്ചീവ് ചെയ്ത് അതിൻ്റെ അസസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടാണ് ഇവർക്ക് ഗ്രേഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും മീൻസ് പഠിപ്പിക്കൽ മാത്രമല്ല, ജസ്റ്റ് ബുക്കിൽ നോക്കി പഠിപ്പിക്കൽ മാത്രമല്ല, ബാക്കിയുള്ള ആക്ടിവിറ്റീസും സംഭവങ്ങളും ഒക്കെ ഇവർക്കുണ്ട്. അപ്പോൾ അമ്മുവിൻ്റെ ക്രിസ്മസ് കാർഡ് അതേ അമ്മു ഒരെണ്ണം ഉണ്ടാക്കിയത് ഇവിടെ അമ്മു വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം ഞാൻ ഇന്ന് നടക്കാൻ പോയിട്ടാണെങ്കിൽ 3 പേരാട്ടം ഉണ്ടായത്. ബാക്കി നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ വയസ്സായിട്ടുണ്ടായ 3 പേരാണ് ഉണ്ടായിരുന്നത്. നമുക്ക് അവരുടെ ഒപ്പം നടന്നെത്താൻ പറ്റുന്നുണ്ടായില്ല. അവരിത്ര 85 വയസ്സ് 87 വയസ്സൊക്കെ ഉണ്ടായിട്ട് അവർ. പക്ഷെ എൻ്റെ പൊന്നെ കയറ്റമൊക്കെ അവർ മറ്റേ പുഷ്പം പോലെയാണ് കയറ്റമൊക്കെ കയറി പോകുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം പോയതായിരുന്നു. അപ്പോൾ എനിക്കും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ കൂടെ എന്നെ നടക്കാൻ പറ്റിയിട്ടും. അതുപോലെ തന്നെ ഫ്രഞ്ചിൽ സംസാരിക്കാൻ കുറച്ചൊക്കെ ട്രൈ ചെയ്തു, അങ്ങനെയൊക്കെ. പിന്നെ സൗമ്യ ചേച്ചി കുറേ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുക സൗമ്യ ഫ്രഞ്ച് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സൗമ്യ ചേച്ചി ഇങ്ങനെ എല്ലാ ബുധനാഴ്ചകളിലും ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ചേച്ചി റെഡ് ക്രോസിൻ്റെ വോളണ്ടിയറൊക്കെ ആയിട്ട് ചേച്ചി കുറേ ഇങ്ങനെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് ചേച്ചി ഇങ്ങനെ വോളണ്ടിയറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചേച്ചിയോടൊപ്പം ഒന്ന് പോയതാണ് ഇന്ന്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെയിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല, ഫുള്ളിങ്ങനെ മൂടിയൊരു ക്ലൈമറ്റ് ആയിരുന്നു. അത് ഇപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം പറയാണ്, എൻ്റെ ചുഞ്ചുരമ്മയുടെ പേര് സൗമ്യ, നടക്കാൻ പോയ ആൻ്റിയുടെ പേര് സൗമ്യ. അപ്പം മാറിപ്പോയി. ഓക്കെ, അപ്പം നമ്മൾ പോയി ഫുഡ് കഴിക്കട്ടെ അല്ലേ? അമ്മ പോയി ഡ്രസ്സ് മാറിയിട്ട് വരൂ. ഓക്കെ, ബൈ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.